പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് സർ. ഇങ്ങനെ ഒരു ദിവസം കൊണ്ട് സാറിന്റെ മുമ്പിൽ ഇരുന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, എനിക്കും ജെയിംസിനും ഇനി ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല. ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കണമെന്നൊക്കെ കരുതി തന്നെയാണ് ഞാൻ ജെയിംസിനോടൊപ്പം ഇറങ്ങി തിരിച്ചത്. ഒരുപാട് എന്നെ സ്നേഹിച്ച എന്റെ അച്ഛന്റെയും അമ്മയുടെയും അനുജത്തിയുടെ ഒക്കെ സന്തോഷത്തിന് മുകളിൽ എനിക്ക് ജെയിംസിനെ ഇഷ്ടമായിരുന്നു, വിശ്വാസമായിരുന്നു. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ എന്റെ ഇഷ്ടം ഇഷ്ടമില്ലായ്മയൊക്കെ ജെയിംസിനൊരു വിഷയമല്ലാണ്ടായി. ജെയിംസിന് ജെയിംസിന്റേതായൊരു ലോകം, ഫ്രണ്ട്സ്, ഡിസ്കഷൻ, ഷൂട്ടിംഗ്, പെയിന്റിംഗ്. ഞങ്ങളിപ്പോ ചെലവഴിക്കാൻ സമയമില്ലാണ്ടായി. എന്നോടും മോളോടും ഒന്ന് മുഖത്ത് നോക്കി സംസാരിക്കാൻ പോലും സമയമില്ലാതായി. ഞാൻ ജോലി ചെയ്യുന്ന ഒരു ബാങ്കിലാണ്. ഇന്ന് ഈ നിമിഷം വരെ അവിടം വരെ ഒന്ന് വരുമോ, എന്റെ ഫ്രണ്ട്സിനെ ഒന്ന് പരിചയപ്പെടുകയോ ചെയ്തിട്ടില്ല. ബാങ്കിൽ ചില ഫംഗ്ഷനൊക്കെ നടക്കുമ്പോ എല്ലാവരും ഫാമിലി ആയിട്ടായിരിക്കും വരുന്നേ. പക്ഷെ ഞാൻ മാത്രം ഒറ്റയ്ക്ക് മോളോടൊപ്പം. മോളോട് വലിയ സ്നേഹവും കാര്യമൊക്കെ തന്നെയാണ്. പക്ഷെ മോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് സാറിന് ചോദിച്ചു നോക്കിയേ. അവിടെ എത്ര ഫീസ് എന്നൊന്ന് ചോദിച്ചു നോക്കിയേ. എന്തിന്? നാളെ ഞങ്ങളുടെ ജീവിതത്തില് ഒരു പ്രത്യേകതയുള്ള ദിവസം. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ജെയിംസ് അതൊന്നും ഓർത്തിട്ട് പോലുമില്ല. നാളെ എന്താ എന്താ നാളെ? ഓർമ്മയുണ്ടാവില്ല സാർ, അതിന് സമയമില്ലല്ലോ. നാളെ മോളുടെ ബർത്ത്ഡേ. അദ്ദേഹത്തിന്റെ മനസ്സിൽ പരസ്യവും മോഡൽസും വലിയ പദവിയും പണവും ഒക്കെ ഉള്ളൂ. അവരുടെ ഞങ്ങളുടെ കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ എവിടെയാ സമയം? എനിക്ക് വേണ്ടത് എന്റെ ഭർത്താവിന്റെ പ്രസൻസ് ആണ്, കെയർ ആണ്. എന്റെ കൊച്ചു കൊച്ചു പരാതികളോടുള്ള അദ്ദേഹത്തിന്റെ ഒരു കൺസിഡറേഷൻ ആണ്. അതെങ്ങനാ? എന്തെങ്കിലും അങ്ങോട്ടൊന്ന് പറയാൻ ചെന്നാ ഫുൾ ടൈം ഫോണില്ല. എല്ലാ കാര്യങ്ങളും എന്നെ ഏൽപ്പിച്ചിരിക്കുമല്ലേ. മോളുടെ സ്കൂളിലെ കാര്യങ്ങൾ ഞാൻ നോക്കണം, ഇൻഷുറൻസ് ഞാൻ അടയ്ക്കണം, റെസിഡന്റ് അസോസിയേഷൻ മീറ്റിംഗിന് ഞാൻ പോകണം, ഗ്യാസ് ഞാൻ കൊണ്ടുവരണം, വീട്ടിലേക്കുള്ള വെജിറ്റബിൾസ്, അരി, സാധനങ്ങളെല്ലാം ഞാൻ തന്നെ വാങ്ങിക്കൊണ്ടുവരണം. ഇതൊന്നും അദ്ദേഹത്തെ ബാധിക്കാറേ ഇല്ല. രാത്രി വന്ന പെയിന്റിംഗ് ഒന്നും പറഞ്ഞ് അപ്പുറത്തെ ആശ്രമത്തിൽ കയറിയിരിക്കും. പിന്നെ എപ്പോഴാ വന്ന് കിടക്കുന്നതെന്ന് പോലും ഞാൻ അറിയാറില്ല. ഇനി സാർ പറയാം, എങ്ങനെ ഞാൻ ഇദ്ദേഹത്തിന്റെ കൂടെ ജീവിക്കുന്നേ?